സുരേഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമുക്കറിയാം സുരേഷ് ചേട്ടന്റെ എലമെന്റ്സ് എല്ലാം അവിടെ മിക്സിംഗ് ആണ് അദ്ദേഹത്തിനുള്ളത്. കാരണം സുരേഷ് ചേട്ടന്റെ അഭിനയം ആ ഒരു രീതി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. നമ്മളത് എടുത്തൊക്കെ പറയുമ്പോൾ ട്രോളായിട്ട് വരും. പക്ഷെ ഗോകുൽ സുരേഷ് നല്ല ഒരു ആക്ടറാണ്. അത് ഒരു സംശയം വിചാരിക്കേണ്ട, അദ്ദേഹത്തിന് ട്രോളാൻ നിൽക്കേണ്ട. അയാൾ നല്ല ആക്ടറാണ്, നല്ല പണി അറിയാവുന്ന, നല്ല ഡയറക്ഷൻ അറിയാവുന്ന, നല്ല സ്ക്രിപ്റ്റ് റൈറ്ററായി കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു നടനാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. കാരണം ഇവരുടെയൊക്കെ കരിയർ അങ്ങനെയാണ്, സിനിമയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുക, സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുക, ഇതാണ് ഇവരുടെ ജോലി. അപ്പോൾ അവർ നല്ല പണി അറിയാവുന്ന ഡയറക്ടറായി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും കറക്റ്റ് ആവും. മനസ്സിലായോ? അത് അറിയാത്തവരായി ചെന്ന് പെടുമ്പോൾ ട്രോളിന് ചെന്ന് പെടേണ്ടി വരും. അപ്പം നല്ല ഡയറക്ടറെ കൂടെ കൂടുക, നല്ല റൈറ്റർമാരെ കൂടെ കൂടുക. അപ്പം നല്ല 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 നടന്മാരെ നമുക്ക് ഇനി ഉണ്ടാവും. ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് തന്നെയാണ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കട്ട ഫ്ലോപ്പാണ്. നിങ്ങൾ ഒരു സംശയം വിചാരിക്കണ്ട, ഇത് ഹിറ്റ് സിനിമ തന്നെയാണ്. മാളികപ്പുറം വേറൊരു ജോണറിൽ വന്ന് നമുക്ക് ഡിഫറെന്റ് സിനിമകളാണല്ലോ അവിടെ. മാളികപ്പുറത്ത് ഇനി എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം വേറെ ഒരു പാറ്റേണിൽ ഒരു സിനിമ എടുക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും പരിപാടി. അപ്പം അത് നമ്മൾ അവരെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ഒരു മാളികപ്പുറം ടീം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ട്, തിയേറ്ററിൽ പോയി സിനിമ കാണണം. എന്തായാലും നമുക്കത് ഉണ്ടെന്നുള്ളത് സംശയം വിചാരിക്കേണ്ട, തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ളതാണ്. ഇനി